ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മോർണിംഗ് ഗ്ലോറി പ്ലാന്റ് ആണ്. അതായത് കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഉദ്യാനം കളർഫുൾ ആക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് നടാൻ പറ്റിയ നല്ലൊരു വള്ളിച്ചെടിയാണ് ഈ മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ സീഡ് ഓൺലൈൻ വാങ്ങിച്ച് നട്ടതാണ്. ഞാൻ ഇതിനെ മാജിക്കൽ മോർണിംഗ് ഗ്ലോറി എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൃത്യമായ ഒരു കളർ പാറ്റേൺ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിപ്പം താഴെയുള്ള പൂവും മുകളിലുള്ള പൂവും കണ്ട നല്ല ഇതിൻ്റെ നിറത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെ മിക്സ് ചെയ്തായിരിക്കും വരുന്നത്. ചിലപ്പം ബ്ലൂ കൂടുതലായിട്ടായിരിക്കും വരുന്നത്. മറ്റുള്ള മോർണിംഗ് ഗ്ലോറിൽ കൃത്യമായ ഒരു കളർ പാറ്റേൺ ഉണ്ട്, പക്ഷേ ഇതിന് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ മാജിക്കൽ എന്ന് പറയുന്നതാണ് ഇഷ്ടം. പിന്നെ ഇതിൻ്റെ പരിചരണമൊക്കെ എളുപ്പമാണ്. ഇത് നമുക്ക് ഈ പൂക്കളെല്ലാം കഴിയുമ്പോഴത്തേക്കും അതിൽ ചെറിയ വിത്തുകളായി വരും. ഇത് വിത്തുകൾ നമ്മൾ നല്ല ഇളക്കമുള്ള മണ്ണിൽ അല്ലെങ്കിൽ വേറൊരു പോട്ടിലൊക്കെ നമ്മൾ ചെറുതായിട്ട് നനച്ച് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം മുള പൊട്ടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി നടാവുന്നതാണ്. ഈ മാറ്റി നടുന്നതിനൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഈ വള്ളി കയറിപ്പോകാനുള്ള താങ്ങുകാലും കൂടെ നമ്മൾ ഒരുക്കി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ചെടി വളർന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ താങ്ങുകാല് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ വേരുകൾക്ക് ഇളക്കം തട്ടാനും ചെടി നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചെടി നടുമ്പോൾ തന്നെ ഈ താങ്ങുകാലും കൂടെ നമ്മൾ സജ്ജീകരിച്ച് വെക്കുകയാണെങ്കിൽ അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെടി നല്ല രീതിയിൽ വളരും. എന്തായാലും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചെടിയാണിത്. ഇത് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുറേ നാൾ നമുക്ക് പൂക്കളിങ്ങനെ തരികയും ചെയ്യും. ഇത് പൂക്കൾ പോയാലും നമ്മൾ വിത്തെടുത്ത് നട്ട് കഴിഞ്ഞാൽ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണിത്. ഇതിൻ്റെ പല കളർ എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഒരു വയലറ്റും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ മൂന്നാറിലൊക്കെ കാണപ്പെടുന്ന സാധാ നീല കളറിലുള്ളതുണ്ട്. ഇതിലിപ്പം എനിക്ക് ഈ ചെടികളെല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.